എന്തുകൊണ്ടായിരിക്കും വിജയിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവും മാർക്കറ്റിൽ പരാജയപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാവാനുള്ള ഒരു റീസൺ എന്തായിരിക്കും? ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ആ ലാംഗ്വേജിലുള്ള സ്കില്ല് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. എഡ്യൂഫ്ലെയറിലേക്ക് ഒരു വിദ്യാർത്ഥി ജർമ്മൻ ഭാഷ പഠിക്കാൻ കടന്നു വന്നാൽ അവരുടെ ക്യാമ്പസ് ലൈഫ് അവർക്ക് റിയലി മിസ്സാകുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് 8 മാസത്തിൽ പഠനമല്ലാണ്ട് പാഠ്യേതര പ്രവർത്തനങ്ങളായിട്ട് എഡ്യൂഫ്ലെയറിലുള്ളത്? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളെ, ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുന്ന ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിനെ കുറിച്ചാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ക്ലാരിറ്റിയും നിങ്ങൾക്ക് അത്യാവശ്യമാണ്. പോസിറ്റീവായും നെഗറ്റീവായുമായിട്ടുള്ള പല കാര്യങ്ങൾ ഈ പ്രോഗ്രാമിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു തീരുമാനമെടുക്കാനും നിങ്ങളുടെ ലൈഫിൽ ഈ ട്രാൻസ്ഫോർമേഷൻ പ്രാവർത്തികമാക്കാനും നിങ്ങൾക്ക് സാധിക്കുക. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പോഡ്കാസ്റ്റിൽ എന്നോടൊപ്പം നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ടുള്ളത് എഡ്യൂഫ്ലെയറിന്റെ പ്രിയങ്കരനായിട്ടുള്ള ചെയർമാനായിട്ടുള്ള അഡ്വക്കേറ്റ് KM റോയ് സാറാണ്. സാർ, വെൽക്കം ടു ദ പോഡ്കാസ്റ്റ്. താങ്ക് യു അജിത്. സാർ, മറ്റു പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും കുട്ടികൾ തോൽക്കുന്ന കുട്ടികളുടെ അല്ലെ പരാജയപ്പെടുന്ന കുട്ടികളുടെ കഥകളാണ് നമ്മൾ കൂടുതലും സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കേൾക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും വിജയിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറവും മാർക്കറ്റിൽ പരാജയപ്പെടുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാവാനുള്ള ഒരു റീസൺ എന്തായിരിക്കും സാർ? അതായത് എഡ്യൂക്കേഷൻ നമ്മൾ സമീപിക്കുന്ന സമീപന രീതിയിലാണ് പ്രശ്നമുള്ളത്. നമ്മുടെ വിദ്യാഭ്യാസം പൊതുവെ ഒരു നോളജ് ബേസ്ഡ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കുട്ടികളെ പുസ്തകം വായിച്ച് പഠിക്കാനാണ് നമ്മൾ പ്രേരിപ്പിക്കുകയും അല്ലെങ്കിൽ അത്തരത്തിലാണ് നമ്മുടെ കരിക്കുലവും അതുപോലെ തന്നെ ടീച്ചിങ് മെത്തഡോളജിയൊക്കെ പൊതുവെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാധാരണ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വരുന്ന ഒരു വിദ്യാർത്ഥി പൊതുവെ പുസ്തകം വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. എന്നാൽ ജർമ്മൻ ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പഠനമാണ്. ഒരു ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയുന്നത് ആ ലാംഗ്വേജിലുള്ള സ്കില്ല് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം. അതായത് ആ ലാംഗ്വേജ് പഠനം കഴിയുമ്പോൾ ആ വിദ്യാർത്ഥിക്ക് ആ ലാംഗ്വേജിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലുണ്ടാവണം. അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം, അവർക്ക് അത് സംസാരിക്കാൻ വേണ്ടി കഴിയണം, അവർക്കത് എഴുതാൻ വേണ്ടി കഴിയണം, കേട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയണം. അപ്പം ഇത് 4 മൊഡ്യൂളുകളും ഈ 4 കാര്യങ്ങളും എഫക്റ്റീവായി ഒരു വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുമ്പോഴാണ് അവർ ലാംഗ്വേജിൽ സ്കില്ലുള്ള ആളുകളായി മാറുന്നത്. അപ്പോൾ ഇതിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മൾ സ്വീകരിക്കുമ്പോൾ മാത്രമേ വിദ്യാർത്ഥികൾക്ക് പാസ്സാവാനും ജർമ്മനിയിൽ പോകാനും വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതൊരു വശം. രണ്ടാമതൊരു വശം എന്ന് പറയുന്നത് ഭൂരിപക്ഷം ആളുകളും ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നതിനെ അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നതിനെ ഒരു ബിസിനസ്സായിട്ടാണ് സമീപിക്കുന്നത്. ഇന്ന് മാർക്കറ്റിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നിട്ടുള്ള ഒരു ബിസിനസ് സാധ്യതയാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തൽ എന്നുള്ളത്. അപ്പോൾ അതിൽ പണം സമ്പാദിക്കാൻ വേണ്ടി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് കുറേ വിദ്യാർത്ഥികളെ ആകർഷിക്കുകയും അവരുടെ പണം വാങ്ങുകയും പിന്നീട് അവരുടെ പഠനത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താതിരിക്കുകയും ചെയ്യുന്നത് മൂലമാണ് ക്വാളിറ്റി കുറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും മറ്റും പോയി വിദ്യാർത്ഥികൾ നിരന്തരമായി പരാജയപ്പെടുത്തുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് ഒരു സ്കിൽ നേടുന്ന പഠനമാണ്. ആ പഠനത്തിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ആ സ്കില്ല് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള മെത്തഡോളജിയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. എഡ്യൂഫ്ലെയറിനെ സംബന്ധിച്ചിടത്തോളം എഡ്യൂഫ്ലെയർ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്നത്. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ഞാൻ പറയുന്നു, അവർ പഠിക്കാൻ തയ്യാറായി ഇങ്ങോട്ട് കടന്നു വരികയാണെങ്കിൽ അവർക്ക് എല്ലാവർക്കും പഠിക്കുവാനും പാസ്സാവാനും ജർമ്മനിയിൽ പോകുവാനും സാധിക്കും. എഡ്യൂഫ്ലെയർ എന്തുകൊണ്ടാണ് ഓൺലൈനിൽ ജർമ്മൻ ഭാഷ പഠിപ്പിക്കാത്തത്? തീർച്ചയായും ഇതൊരു മികച്ച ചോദ്യമായി എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ കോൺട്രാവേഴ്സി ഉണ്ടാക്കുന്ന ഒരു ഉത്തരമായിരിക്കും ഞാൻ പറയുന്നതെന്നും ഞാൻ വിചാരിക്കുന്നു. നമ്മളിന്ന് പുതിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടീച്ചിങ് മെത്തഡോളജി അല്ലെങ്കിൽ ഒരു പഠന മാധ്യമമാണ് ഓൺലൈനിലുള്ള പഠനം എന്ന് പറയുന്നത്. ഓഫ്ലൈനുള്ള പഠനത്തിലുപരി കൂടുതൽ ആളുകൾ ഓൺലൈനിലേക്കുള്ള പഠനത്തിനെ സ്വിച്ച് ചെയ്യുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതിന് കാരണം സാങ്കേതിക വിദ്യയുടെ മികവ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായി സൗകര്യം. പലപ്പോഴും നമുക്ക് ഓഫ്ലൈനായി ഒരു സെൻറ്ററിൽ പഠിക്കാൻ പോകണമെങ്കിൽ അവിടെ വരെ ട്രാവൽ ചെയ്യണം, അവിടെ പഠിക്കണം, അവിടെ സമയം സ്പെൻഡ് ചെയ്യണം. അതേസമയം സ്വന്തം വീട്ടിലിരുന്ന് സ്വന്തം സൗകര്യത്തിനനുസരിച്ച് പലപ്പോഴും ആളുകൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഓൺലൈൻ പഠനം നൽകുന്നുണ്ട്. എന്നാൽ ജർമ്മൻ ഭാഷാ പഠനത്തിൽ ഓൺലൈൻ പഠനം അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഈ അഭിപ്രായം എക്സ്പീരിയൻസിൽ നിന്ന് രൂപീകരിച്ചിട്ടുള്ള ഒന്നാണ്. ഇതിന് കാരണം എന്ന് പറയുന്നത് ലാംഗ്വേജ് പഠനം എന്ന് പറയുന്നത് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് പഠനമാണ്. ഇപ്പം നമുക്ക് നീന്തൽ പഠനം നമുക്ക് തപാൽ കോഴ്സിലൂടെ പഠിക്കാൻ വേണ്ടി ഒരിക്കലും സാധിക്കില്ല. അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നീന്തൽ പഠിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയി നീന്തി മാത്രമേ നമുക്ക് നീന്തൽ പഠിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ ലാംഗ്വേജ് പഠിക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി നമുക്ക് കിട്ടേണ്ട ഗുണങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഗെയിൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ആ ലാംഗ്വേജ് പഠനം കഴിയുമ്പോൾ നമുക്ക് ആ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് ഉണ്ടാവണം.
നമുക്ക് ആ ലാംഗ്വേജിൽ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ വേണ്ടി കഴിയണം. ആ ലാംഗ്വേജ് മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ആ ലാംഗ്വേജ് വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ആ ലാംഗ്വേജിൽ ഫ്ലുവൻ്റായിട്ട് എഴുതുവാനുള്ള കഴിവ് നമുക്കുണ്ടാവണം. ഒരു കാരണവശാലും നമുക്ക് ഓൺലൈനായിട്ട് ഈ പഠനം ഇത്തരത്തിലുള്ളൊരു സ്കിൽ സമ്പാദനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കില്ല. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത്, നമുക്കൊരു ലാംഗ്വേജ് പഠനം, ആ ലാംഗ്വേജ് പഠിക്കുന്ന നിരവധി കുട്ടികളുടെ കൂടെ ചേർന്ന് പഠിക്കുമ്പോൾ നമുക്കത് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമുണ്ട്. നമുക്ക് ആ അറ്റ്മോസ്ഫിയറിൽ പഠിക്കാൻ വേണ്ടി സാധിക്കും. നമ്മുടെ മെയിൻ കാര്യമായി ഈ പഠനത്തെ നമ്മൾ മാറ്റുന്നത് കൊണ്ടാണ് നമ്മൾ ഓഫ്ലൈനായി ഇതിന് പഠിക്കാൻ വേണ്ടി വരുന്നത്. അതേ സമയത്ത് ഓൺലൈനായി പഠിക്കുന്ന വിദ്യാർത്ഥികൾ പലപ്പോഴും ചെയ്യുന്നൊരു കാര്യം, അവർ പഠന സമയത്ത് പലപ്പോഴും ക്യാമറ ഓണാക്കാറില്ല, അല്ലെങ്കിൽ ടെക്നോളജിയുടെ വീഴ്ച കൊണ്ട് പലപ്പോഴും ക്ലാസ്സുകൾ കട്ടായി പോകുന്നു, അവരുടെ ഫോണുകൾ ഓഫായി പോകുന്നു, അവർ പലപ്പോഴും ക്യാമറ ഓണാക്കാതെ പഠനത്തെ ശ്രദ്ധിക്കാതെ മറ്റ് കാര്യങ്ങളിലെല്ലാം ഏർപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മറ്റു പല പ്രയോറിറ്റികളിൽ ഒരു പ്രയോറിറ്റിയായി അല്ലെങ്കിൽ ലെസ് പ്രയോറിറ്റി ഉള്ളൊരു കാര്യമായി ജർമ്മൻ ഭാഷാ പഠനത്തെ എടുക്കുന്നു. അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് അവർക്ക് പഠനത്തിൽ ഫോക്കസ് ചെയ്യാനോ പഠിക്കുവാനോ വേണ്ടി സാധിക്കുന്നില്ല. ജർമ്മൻ ഭാഷ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ ഞാൻ പറയുന്നു 100-ൽ 99% ഓൺലൈൻ പഠിക്കുന്ന വിദ്യാർത്ഥികളും പരാജയപ്പെടുകയാണ് സംഭവിക്കുന്നത്. അപൂർവമായി 1-2 വിദ്യാർത്ഥികൾ വിജയിച്ചേക്കാം. അത് അവർക്ക് ഇൻബോൺ ആയിട്ടുള്ള ലാംഗ്വേജ് പഠിക്കാനുള്ള എന്തെങ്കിലും ഒരു സ്കില്ല് അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ് അങ്ങനെ കുറച്ച് പേർക്ക് മാത്രം അല്ലെങ്കിൽ 1-2 ആളുകൾക്ക് പാസ്സാകാൻ സാധിക്കുന്നത്. അല്ലാതെ ഓൺലൈനായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പാസ്സാവാനുള്ള അവസരം വളരെ കുറവാണ്. ജർമ്മനി പോകാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജിലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. ജർമ്മൻകാർ ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഓൺലൈനായി പഠിച്ചു എന്നുള്ളതല്ല, നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജിൽ സംസാരിക്കാൻ കഴിയുമോ, അവർ ജർമ്മൻ ലാംഗ്വേജിൽ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ളതാണ്. ജർമ്മൻ ലാംഗ്വേജിൻ്റെ B2 എക്സാമിനേഷനും ഇതേപോലെ കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എക്സാമിനേഷനാണ്. അതിൽ നിങ്ങൾക്ക് പാസ്സാവണമെങ്കിൽ നിങ്ങൾ അത്തരത്തിൽ പഠിക്കണം. അപ്പോൾ തീർച്ചയായും ഓഫ്ലൈനായി പഠിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് പരിചിതമല്ലാത്ത പുതിയൊരു ഭാഷ നമുക്ക് എഫക്റ്റീവായി പഠിക്കുവാനും പാസ്സാവാനും അതിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും അൾട്ടിമേറ്റ്ലി ജർമ്മനിയിൽ പോകാനും സാധിക്കുകയുള്ളൂ. അപ്പം ഈ സംസാരത്തിൻ്റെ ഈ ഉത്തരത്തിൻ്റെ ഭാഗമായി എനിക്ക് മാതാപിതാക്കളോടും കുഞ്ഞുങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥിയുടെ മാതാപിതാവോ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും ഓൺലൈൻ വിദ്യാഭ്യാസം നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. നിങ്ങൾ ക്വാളിറ്റിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ഓഫ്ലൈനായി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പരസ്യങ്ങൾ നിങ്ങൾ ഓൺലൈനായിട്ടുള്ള പഠനത്തെ സംബന്ധിച്ച് കാണാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഒരു കാരണവശാലും ഓൺലൈനായിട്ടുള്ള പഠനം നിങ്ങൾ തിരഞ്ഞെടുക്കരുത്. സർ, എഡ്യൂഫ്ലെയറിലേക്ക് ഒരു വിദ്യാർത്ഥി ജർമ്മൻ ഭാഷ പഠിക്കാൻ കടന്നു വന്നാൽ അവരുടെ ക്യാമ്പസ് ലൈഫ് അവർക്ക് റിയലി മിസ്സാകുമോ? എന്തൊക്കെ കാര്യങ്ങളാണ് 8 മാസത്തിൽ പഠനമല്ലാണ്ട് പാഠ്യേതര പ്രവർത്തനങ്ങളായിട്ട് എഡ്യൂഫ്ലെയറിലുള്ളത്? പഠനം എന്ന് പറയുന്നത് റിജിഡായിട്ടുള്ള ഒരു ആക്ടിവിറ്റി അല്ല. നമുക്ക് നമ്മുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ സന്തോഷകരമായ ജീവിതത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും കടന്നു പോവേണ്ടതായിട്ടുണ്ട്. ഞാൻ ഡോക്ടർ അബ്ദുൽ കലാം സാർ ഒരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ഈ പ്രായത്തിൽ ഞാൻ എൻ്റെ പഠനത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ക്ലാസ് കട്ട് ചെയ്ത് ക്യാൻറ്റീനിൽ പോയി ചായ കുടിച്ച കാര്യവും ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോയ കാര്യമൊക്കെയാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. ഞാൻ പഠിച്ച ക്ലാസ്സിൽ എത്ര മാർക്ക് വാങ്ങി, എത്ര ഉന്നതമായ വിജയം നേടി എന്നതിലുപരി എന്നെ ഇമോഷണലി ഹോണ്ട് ചെയ്യുന്ന കാര്യം ആ കാര്യങ്ങളൊക്കെയാണെന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വിദ്യാർത്ഥി ജീവിതം എന്ന് പറയുന്നത് സന്തോഷമുള്ള ദിനങ്ങളായി നമുക്ക് എന്നും ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കണം. അപ്പോൾ അപ്രകാരമുള്ള സന്തോഷമുള്ള ദിനങ്ങൾ നൽകുന്ന അക്കാഡമിക് ഇയറാണ് എഡ്യൂഫ്ലെയർ എപ്പോഴും സംഘടിപ്പിക്കുന്നത്. എഡ്യൂഫ്ലെയറിൽ ഒരു വിദ്യാർത്ഥി വന്നാൽ അവർക്ക് സീരിയസ് ആയ പഠനത്തിനോടൊപ്പം ആഹ്ലാദിക്കാനുള്ള അവസരങ്ങൾ കൂടി എഡ്യൂഫ്ലെയർ നൽകുന്നുണ്ട്. നിരവധി സെലിബ്രേഷനുകൾ എഡ്യൂഫ്ലെയറിലുണ്ട്. ഓണം, ക്രിസ്മസ്, ന്യൂ ഇയർ, ഇങ്ങനെ നിരവധി അവസരങ്ങളിൽ നമ്മൾ സെലിബ്രേഷനുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ജർമ്മനിയിലെ ആക്ടിവിറ്റികൾ നമ്മൾ ഇവിടെ അല്ലെങ്കിൽ അവിടുത്തെ സെലിബ്രേഷനുകൾ, അവിടുത്തെ ഫെസ്റ്റിവലുകളൊക്കെ നമ്മളിവിടെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആ ജർമ്മൻ കൾച്ചർ അഡോപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. ഒക്ടോബർ ഫസ്റ്റ്, ഹലോവിൻ, ഇതൊക്കെ നമ്മളിവിടെ വളരെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഉത്സവങ്ങൾ തന്നെയാണ്. നമ്മുടെ ക്ലാസ് റൂമിനെല്ലാം ജർമ്മൻ സിറ്റികളുടെ പേരുകളാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്.
ഇതുകൂടാതെ നമുക്ക് അക്കാഡമിക് മികവുകൾ കൊണ്ടുവരുന്നതിനുള്ള സെലിബ്രേഷനുകളും മത്സരങ്ങളും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ള ജർമ്മൻ എലക്യൂഷൻ കോമ്പറ്റീഷൻ നമ്മൾ നടത്തി. നമ്മുടെ ക്യാമ്പസിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചിട്ടുള്ള ഫസ്റ്റ് റൗണ്ട്, അതിൽ നിന്ന് ജയിക്കുന്ന ആളുകളുടെ സെക്കൻഡ് റൗണ്ട്, പിന്നെ ജയിക്കുന്ന ആളുകളുടെ തേർഡ് റൗണ്ട്, പിന്നെ ഫൈനൽ റൗണ്ട്, ഇതെല്ലാം നടത്തി നമ്മൾ മികച്ച വിദ്യാർത്ഥികളെ കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ ജർമ്മൻ ഭാഷയിലുള്ള ക്വിസ് കോമ്പറ്റീഷൻ, ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന കാലയളവിൽ അവർക്ക് സന്തോഷിക്കുന്നതിനുള്ള ക്യാമ്പസ് ലൈഫ് നൽകുന്ന പരിപാടികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും നമ്മൾ എമിനൻ്റ് ആയിട്ടുള്ള ഓരോ പേഴ്സണാലിറ്റിയെ നമ്മുടെ ക്യാമ്പസിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങൾ വിദ്യാർത്ഥികൾക്ക് കേൾക്കുവാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുവാനുള്ള അവസരങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികൾ എഡ്യൂഫ്ലെയറിൽ പഠിക്കുന്ന 8 മാസക്കാലം പഠനത്തോടൊപ്പം ഏറ്റവും സന്തോഷമുള്ള ദിനങ്ങൾ അവരുടെ ജീവിതത്തിൽ അവർക്കെന്നും മെമ്മറിയായി സൂക്ഷിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മളിവിടെ നൽകുന്നുണ്ട്. ഒരു വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട് എഡ്യൂഫ്ലെയർ ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് ഇവിടെ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരമുണ്ടോ സാർ? തീർച്ചയായും. ഞാൻ ജർമ്മൻ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളോടും അവരുടെ മാതാപിതാക്കളോടും ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ എഡ്യൂഫ്ലെയറിലേക്ക് കടന്നു വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി ജോയിൻ ചെയ്യണമെന്നാണ്. ഇതിന് പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. ഒന്നാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത്, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ജർമ്മനിയിൽ പോവുക എന്നുള്ളത് ഒരു വളരെയധികം വലിയ പാറ്റേൺ ആയിട്ടുള്ളൊരു പ്രോഗ്രാം അല്ലാത്തതുകൊണ്ട് വിദ്യാർത്ഥികളുടെയും മാതാപിതാക്കളുടെയും മനസ്സിൽ വലിയ ആശങ്കകളും സംശയങ്ങളും എല്ലാം ധാരാളമുണ്ടാവും. പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന പരസ്യങ്ങളും ഇതുപോലെയുള്ള പോഡ്കാസ്റ്റുകളൊക്കെ കേട്ടിട്ടായിരിക്കും വിദ്യാർത്ഥികൾ ഇതിലേക്ക് താല്പര്യം വരുന്നത്. അവർക്ക് ശരിക്കും നേരിട്ട് കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം ഉണ്ടെങ്കിൽ അവർക്ക് തീരുമാനമെടുക്കുന്നതിൽ കുറച്ചും കൂടി എഫക്റ്റീവായും ഫലപ്രദമായും തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമതൊരു കാരണം എന്ന് പറയുന്നത്, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ധാരാളം ഇന്ന് അവൈലബിൾ ആണ്. ഇപ്പോൾ ഏതാണ് ക്വാളിറ്റി ഉള്ളത്, ഏതാണ് ക്വാളിറ്റി കുറഞ്ഞത് എന്ന് നമ്മളൊരു സോഷ്യൽ മീഡിയയിലെ പരസ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കില്ല. സിനിമാ നടന്മാർ വരെ പരസ്യം കൊടുക്കുന്ന പല സ്ഥാപനങ്ങളുമുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ഒരു കുട്ടിയും മാതാവും അല്ലെങ്കിൽ പിതാവും ഒരു സ്ഥാപനം സന്ദർശിച്ച് നേരിട്ട് കണ്ട് മനസ്സിലാക്കുമ്പോഴാണ് അവർക്ക് യഥാർത്ഥത്തിലുള്ള വസ്തുത മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എഡ്യൂഫ്ലെയറിലേക്ക് ഒരു രക്ഷകർത്താവും ഒരു വിദ്യാർത്ഥിയും കടന്നു വരികയാണെങ്കിൽ അവർക്ക് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന 1000-ഓളം വിദ്യാർത്ഥികളെ, ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെ അവർക്ക് നേരിട്ട് കാണുവാനായിട്ടുള്ള അവസരമുണ്ട്. ഇവിടുത്തെ ക്ലാസ് റൂമുകൾ കണ്ടവർക്ക് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. ഇവിടുത്തെ ടീച്ചിങ് ഫാക്കൽറ്റീസ്, അധ്യാപകരെ കണ്ട് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. അവരോട് വേണമെങ്കിൽ സംവദിക്കാനുള്ള അവസരമുണ്ട്. സപ്പോർട്ടിംഗ് ആയിട്ടുള്ള സ്റ്റാഫുകൾ, അവരെ കാണാൻ വേണ്ടി സാധിക്കും. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അക്കാഡമിക് കൗൺസിലേഴ്സ്, അവരുടെ ലീഡേഴ്സ്, ഇവരെയൊക്കെ കാണാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എഡ്യൂഫ്ലെയറിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി, ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ആ മെത്തഡോളജി, ഇതെല്ലാം അവർക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കി അത് ചോദിച്ച് ബോധ്യപ്പെട്ട് ഇവിടെ ചേരാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാ വിദ്യാർത്ഥികളെയും മാതാപിതാക്കളെയും നിങ്ങൾ തീരുമാനമെടുക്കുന്നതിന് മുമ്പേ വന്ന് കണ്ട് സന്ദർശിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് കടന്നു വരാവുന്നതാണ്. സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നാൽ 2999 രൂപയ്ക്ക് ജർമ്മൻ പഠിക്കാം, 3000 രൂപയ്ക്ക് ജർമ്മൻ പഠിക്കാം, 5000 രൂപയ്ക്ക് ജർമ്മൻ പഠിക്കാം എന്നുള്ള കുറേയധികം പരസ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിയാലിറ്റി, യാഥാർത്ഥ്യം എന്താണ്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് ഉപാധികളില്ലാതെ പരസ്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അതിനുള്ളിൽ കൺട്രോളോ റെസ്ട്രിക്ഷനോ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ആർക്കും എന്തും പരസ്യം ചെയ്യാനും എന്തും വിളിച്ചു പറയാനും പറ്റുന്ന ഒരു ഇടമാണ് ഇന്ന് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് തന്നെ ഓരോരുത്തർക്കും അവനവൻ്റെ മനോധർമ്മം പോലെ എന്തും എഴുതാൻ പറയാൻ പറ്റുന്ന സ്ഥലമായി സോഷ്യൽ മീഡിയ മാറിയിരിക്കുന്നു. പലപ്പോഴും ഇതൊക്കെ വായിക്കുമ്പോൾ ചിരി വരാറുണ്ട്. 3000 രൂപയ്ക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാം, അല്ലെങ്കിൽ 10000 രൂപയ്ക്ക് പഠിക്കാം, വെറും 999 രൂപയ്ക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠനം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല കാര്യങ്ങളും കാണാൻ വേണ്ടി സാധിക്കും. എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത്തരം പരസ്യങ്ങളിൽ ഒരു കാരണവശാലും ആകൃഷ്ടരാകരുത്. അതിൽ നിങ്ങൾ വിശ്വസിച്ച് പോകരുത്. നിങ്ങളുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സായി ജർമ്മനിയിൽ പോവുക എന്നുള്ളതാണ്. ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മാത്രം പോരാ, അതിൽ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ലും ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് പരിചിതമല്ലാത്ത പുതിയൊരു ഭാഷയാണ് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ച് ആ ലാംഗ്വേജിൽ വേറൊരാൾ സംസാരിക്കുന്നത് കേട്ട് മനസ്സിലാക്കി അയാൾക്ക് മറുപടി പറയാനുള്ള കഴിവിലേക്ക് നമ്മൾ എത്തിച്ചേരേണ്ടതുണ്ട്. ഈ പഠനം നടക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 8 മാസക്കാലം പഠിക്കേണ്ടതുണ്ട്.
നമുക്കൊരു ദിവസം കൊണ്ട് 24 മണിക്കൂർ കണ്ടിന്യൂസ്ലി ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. ഒരു ഭാഷ നമ്മൾ കുറച്ച് സമയം പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനും നമ്മുടെ ഹൃദയവും നമ്മുടെ ഇമോഷൻസും എല്ലാം അതിനെ അഡോപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലേക്ക് നമ്മളുടെ ഇൻവോൾവ്മെൻറ്റ് എത്തിച്ചേരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 2 ദിവസം കൊണ്ട് അല്ലെങ്കിൽ 4 ദിവസം 24 മണിക്കൂർ പഠിച്ചാൽ ഒരു ഭാഷ പഠിക്കാൻ വേണ്ടി സാധിക്കില്ല. അത് ഗ്രാജ്വലി പഠിക്കേണ്ടത് ഒന്നാണ്. അപ്പം നമുക്ക് 8 മാസക്കാലം പഠിക്കണം. ആ പഠിക്കുന്ന ഏറ്റവും ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കണം. അതിനാവശ്യമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ വേണം, ക്ലാസ് റൂമുകൾ വേണം, ഇൻഫ്രാസ്ട്രക്ചർ വേണം. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കണമെങ്കിൽ അതിന് അതിൻ്റേതായിട്ടുള്ള ചിലവുകളുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഏതൊരു കാര്യവും ക്വാളിറ്റിയിൽ കിട്ടണമെങ്കിൽ അതിന് ക്വാളിറ്റിയുള്ള പണം നൽകിയാൽ മാത്രമേ നമുക്ക് ക്വാളിറ്റിയിൽ ഒരു കാര്യം നമുക്ക് ലഭിക്കാനുള്ള അവസരമുള്ളൂ. നമ്മൾ ചീപ്പായിട്ടുള്ള എന്തിൻ്റെ പുറകെ പോയാലും നമുക്ക് ചീപ്പായിട്ടുള്ള ക്വാളിറ്റിയെ നമുക്ക് ലഭിക്കുകയുള്ളൂ. ജർമ്മൻ ലാംഗ്വേജ് ചീപ്പായിട്ടുള്ള പൈസ മുടക്കി എക്സ്പീരിയൻസ് ചെയ്യുകയാണോ വേണ്ടത്, അതോ ക്വാളിറ്റിയുള്ള പഠനത്തിലൂടെ കടന്നുപോയി ജർമ്മൻ ലാംഗ്വേജ് പാസ്സായി കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ജർമ്മനിയിൽ പോവുകയാണോ വേണ്ടത്? ഏതാണ് വേണ്ടതെന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾക്ക് ജർമ്മനിയിൽ പോയി സൗജന്യമായി പഠിക്കുകയും സ്റ്റൈപ്പൻഡ് വാങ്ങുകയും സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് പോവുകയും ചെയ്യുകയാണ് വേണ്ടതെങ്കിൽ ക്വാളിറ്റിയിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന അതിനാവശ്യമായ സിസ്റ്റവും പ്രോസസ്സും ഒക്കെയുള്ള ഒരു സ്ഥാപനത്തിലാണ് നിങ്ങൾ ചേരേണ്ടത്. ഇന്നത്തെ ഈ പോഡ്കാസ്റ്റിൽ ഡിസ്കസ് ചെയ്ത എല്ലാ വിഷയങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ അവശേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള കൗൺസിലേഴ്സ് നിങ്ങളുടെ എല്ലാ സംശയങ്ങൾക്കും വ്യക്തമായിട്ടുള്ള മറുപടി നൽകുന്നതായിരിക്കും. അതുകൂടാതെ നിങ്ങളെ എല്ലാവരെയും ഞാൻ എഡ്യൂഫ്ലെയറിലേക്ക് വെൽക്കം ചെയ്യുകയാണ്. ഇവിടെ വരികയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാൻ എഡ്യൂഫ്ലെയർ ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ ഫെസിലിറ്റീസും നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ ലൈഫിനെ ട്രാൻസ്ഫോം ചെയ്യാനും സാധിക്കും. താങ്ക് യു സോ മച്ച്.